അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ദാ പോവുകയാണ് ഗൈസ്. വേറെ എങ്ങോട്ടും അല്ല, യുകെയിലേക്ക്. പോകുന്നതിന് മുന്നേ എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. ഓഫീസിലുള്ള എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ചെയ്ത് തീർക്കാനുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് തീർത്ത് ഞാൻ എൻ്റെ ഒരു മേക്ക് ഓവറിലേക്ക് പോയി. വേറൊന്നുമല്ല, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഹെയർ കട്ടൊക്കെ ചെയ്തൊന്ന് സ്റ്റൈൽ ആവണമല്ലോ. എനിക്ക് പോകുന്നതിന് മുന്നേ മെയിനായിട്ടും വേണമെന്ന് തോന്നിയൊരു കാര്യമായിരുന്നു എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് ടൈം, പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂടെ. അതെന്താണെങ്കിലും എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഇടുന്നുള്ള ഈ പാക്കിങ്ങും മെയിനായിട്ട് പാക്ക് ചെയ്ത് ഈ കാണുന്ന ഐറ്റംസാണ്. ചക്കയുണ്ട്, ചക്കപ്പഴമുണ്ട്, കപ്പപ്പുഴുക്കുണ്ട്, പിന്നെ കുറേ സ്നാക്സും ഉണ്ട്. എന്തിന്, ചക്കക്കുരു വരെയുണ്ട്. ഇതൊക്കെ എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെക്കാലത്ത് അവിടെ ഇരിക്കുന്ന ഒരാൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സമയമെന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം വീട്ടിൽ നിന്ന് ഒരുപാട് മാറി നിന്നിട്ടില്ല ഞാൻ. ബാംഗ്ലൂർ ജോലി ചെയ്തപ്പോഴാണെങ്കിലും ഹൈബ്രിഡ് വർക്കായിരുന്നു. മാസത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ കൂടിപ്പോയി 2 ആഴ്ച ബാംഗ്ലൂർ നിന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. ഇനിയിപ്പോൾ എന്നാ ഇവരൊക്കെ കാണുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ഈ 2 നരുന്നങ്ങൾ. അങ്ങനെ എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സ്വപ്നത്തിലൊക്കെ ഉള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും ബായ്.